This vlog is all about a kutti staycation at Vagaman Springs. So, welcome back to my YouTube channel, Amrita Adish. നല്ല റെയിനി മിസ്റ്റി ക്ലൈമറ്റ് ആയിരുന്നു വാഗമണിൽ. സോ വി തോട്ട് ഓഫ് വിസിറ്റിംഗ്. നമുക്ക് ഏറ്റവും അടുത്ത സ്ഥലമാണ് വാഗമൺ. സോ വി യൂസ് ടു വിസിറ്റ് ദെയർ ഇടയ്ക്കിടയ്ക്ക്. ആൻഡ് ദിസ് ടൈം വി തോട്ട് ഓഫ് ഗോയിങ് വിത്ത് ഫാമിലി. ഞാനും ഹസ്ബൻഡും എൻ്റെ ഫാദർ ഇൻ ലോയും. ആൻഡ് ദ ഫസ്റ്റ് പ്ലേസ് വി വിസിറ്റഡ് വാസ് ദ ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോണ റൂട്ടൊക്കെ ഈ മിസ്റ്റി റെയിനി എഫക്റ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഒരു ഹെവൻലി ഫീൽ. Now meet my husband and my father-in-law. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. ആൻഡ് ഐ തോട്ട് ദാറ്റ് ഇറ്റ് വിൽ ബി റിയലി സ്കെയറി ബിക്കോസ് നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത്. ബട്ട് ദിസ് ഗ്ലാസ് ബ്രിഡ്ജ് വാസ് ഓക്കെ. നമുക്ക് അത്ര പേടിയൊന്നും വരത്തില്ല ആൻഡ് അധികം ഡിസ്റ്റൻസും ഇല്ല. ബട്ട് അവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞത് മഴയും കോടയും ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര പേടി വരാത്തത്. ബിക്കോസ് വി ആർ നോട്ട് ഏബിൾ ടു സീ ദറ്റ് ഡെപ്ത് അത്ര ക്ലിയർ ആയിട്ട്. കുറച്ചൊരു ക്ലിയർ ക്ലൈമറ്റിൽ വരുമ്പോഴത്തേക്കിനും യു ക്യാൻ ഫീൽ ദ ഡെപ്ത്. അപ്പോൾ ശരിക്കും പേടിയാകുമെന്ന്. എനിവേ വിൽ ട്രൈ ഇറ്റ് നെക്സ്റ്റ് ടൈം. പിന്നെ ആ ഒരു ഹൈറ്റിൽ നല്ല കാറ്റൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. സോ ദിസ് ടൈം ഓൾസോ ഇറ്റ് വാസ് ഗുഡ്. സോ ഐ ജസ്റ്റ് ടുക്ക് എ ക്ലിപ്പ് ടു ഷോ യു ഗൈസ് എങ്ങനെയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതെന്ന്. ഈ റെയിനി മിസ്റ്റി എഫക്റ്റ് ആയിരുന്നുകൊണ്ട് കണ്ടില്ല, നമുക്ക് ആ ഡെപ്ത് അധികം അറിയത്തില്ല. This clip is exclusively for my viewers. Do comment below. After watching this, do you feel it as scary or just chill and fun? Let me know your thoughts in the comment box. That was that. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം എൻജോയ് ചെയ്ത് തിരിച്ചിറങ്ങി. Then we went and had an ice cream. I love to have ice creams in rainy season. പിന്നെ വാഗമൺ റൂട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ പോണ വഴിയിലെല്ലാം ടീ പ്ലാന്റേഷൻസ് ആൻഡ് നല്ലൊരു രസമാണ്. ഇറ്റ്സ് റിയലി പീസ്ഫുൾ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി. വാഗമൺ സ്പ്രിങ്സ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഫാമിലി ആയിട്ട് വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പം സ്റ്റേ ചെയ്യാൻ പെർഫെക്റ്റ് ഓപ്ഷനാണ് വാഗമൺ സ്പ്രിങ്സ്. ഇതാണ് നമ്മളെടുത്തിരുന്ന റൂം. ഒരു വലിയ ഹാള്, സൈഡിലൊരു മിനി കുക്കിംഗ് യൂണിറ്റ് ഉണ്ട്, ദെൻ ഡൈനിങ് ടേബിൾ, ദെൻ നമ്മൾ ഏത് വിൻഡോയിൽ കൂടെയും ബാൽക്കണി കൂടെ നോക്കിയാലും ഫുൾ ടീം പ്ലാന്റേഷനാണ് കാണുന്നത്. അത് തന്നെ നല്ല ഭംഗിയാണ്. ദെൻ അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു മെയിൻ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആൻഡ് ലോങ് ബാൽക്കണീസ്. ബാൽക്കണിയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ബിക്കോസ് നല്ല ഭംഗിയാണ് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ വെളിയിൽ കാണാനായിട്ട്. ബിക്കോസ് ചുറ്റും ടീ പ്ലാന്റേഷൻസ് ആണ്. ഒരു ഹെവൻലി പീസ്ഫുൾ ഫീലാണ് നമ്മൾ ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ദെൻ ഈവനിങ് ഡിന്നറൊക്കെ കഴിഞ്ഞ് അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ആൻഡ് ഈ റിസോർട്ടിൽ കൂടുതലും ഇങ്ങനെ ഫാമിലി ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. ബിക്കോസ് അങ്ങനെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൂംസ് ആൻഡ് അക്കോമഡേഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ആൻഡ് ഐ ഡു ജേർണൽ ഡെയിലി. സോ ഫൈനലി ഞാൻ എൻ്റെ ജേർണലൊക്കെ എഴുതി. ദെൻ വി ഹാഡ് എ വെരി ഗുഡ് സ്ലീപ്പ്. 1 2 3 ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ടു ഡേ 2. ഇന്ന് നമ്മുടെ ചെക്ക് ഔട്ടാണ്. ഇതൊരു കുട്ടി സ്റ്റേക്കേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് എ 1 day സ്റ്റേ വിത്ത് മീ, മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ഫാദർ ഇൻ ലോ. ആസ് എ ഫാമിലി വി എൻജോയ്ഡ് എ ലോട്ട്. നൗ ലെറ്റ്സ് ഹിയർ ഫ്രം ദം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്. ഹായ്. ഈ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിച്ചു പൊളിച്ചു. ഞങ്ങൾ ഇപ്പോൾ വാഗമണിലാണ്. നല്ല റിസോർട്ടായിരുന്നു. സ്റ്റേക്കേഷൻ, 1 day സ്റ്റേക്കേഷൻ. ഇറ്റ്സ് ഗുഡ്. ക്ലൈമറ്റ് നല്ലതായിരുന്നു. രാത്രിയൊക്കെ കുറേ മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ സീനറിയിലാണ് നമ്മൾ എണീറ്റത്. കാര്യങ്ങളൊക്കെ സ്റ്റേ വാസ് പെർഫെക്റ്റ്. കുഴപ്പമില്ല, അടിച്ചു പൊളിച്ചു. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത എന്താണ് പരിപാടി? ഇനി അടുത്ത ഇവിടെ നേരെ വരിക. ഇന്നലെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു.
1-2 സ്ഥലങ്ങളും കൂടെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറ്റേ മുട്ടക്കുന്നും അങ്ങനെയൊക്കെ നമ്മൾ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നതാണ്, അതുകൊണ്ട് അവിടെയൊന്നും കവർ ചെയ്യില്ല. മുട്ടക്കുന്നും യൂഷ്വൽ ക്ലീഷേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം. എന്നിട്ട് നേരെ ബാക്ക് ടു കോട്ടയം ആണ് ഉദ്ദേശിക്കുന്നത്. അച്ഛൻ ഇത് എത്രാമത്തെ തവണ വാഗമണ്ണിൽ വരുന്നത്? 3-4 തവണ. എങ്ങനെയുണ്ട് വാഗമൺ? എപ്പോഴും സൂപ്പറല്ലേ? ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലം ആയതുകൊണ്ടാണോ നമ്മൾ എപ്പോഴും വാഗമൺ? അതുകൊണ്ടൊന്നല്ല, ഇതിന്റെ ആംബിയൻസും ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ വളരെ രസമുണ്ട്, സന്തോഷമുണ്ട്, മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളത്. വാഗമൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഓർമ്മയുണ്ടോ? വാഗമൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓർമ്മ? വാഗമൺ അറ്റാച്ച്ഡ് ആയിട്ട് ഞാനും എന്റെ ശീലയായിട്ട് വന്ന ഒരു ഓർമ്മ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. വാഗമൺ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ എന്താണ്? മുട്ടക്കുന്നുകൾ. മുട്ടക്കുന്നുകൾ. ഏട്ടില്ല, വാഗമൺ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് പ്ലാന്റേഷൻ, ഇത് തന്നെ നമ്മുടെ ടീ പ്ലാന്റേഷൻ, പൈൻ ഫോറസ്റ്റ്, അതൊക്കെയാണ്. അപ്പൊ ഇന്നും നമ്മൾ അതുപോലത്തെ കുറെ ഓർമ്മകളായിട്ട് പോവാണ്. അപ്പൊ ഹാപ്പി ഓണം ടു എവരിവൺ. ഹാപ്പി ഓണം. താങ്ക് യു. താങ്ക് യു. ആൻഡ് ദാറ്റ്സ് ദാറ്റ്. അങ്ങനെ നല്ല കുറേ ഓർമ്മകളായിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. വി ആസ് എ ഫാമിലി എൻജോയ്ഡ് എ ലോട്ട് ആൻഡ് ഓൾ താങ്ക്സ് ടു വാഗമൺ സ്പ്രിങ്സ്. ചേട്ടൻ്റെ പേര് അൻവർ. ഓക്കെ, ഇതാണ് വാഗമൺ സ്പ്രിങ്സിന്റെ ഓൾ ഇൻ ഓൾ അൻവർ ചേട്ടൻ. നല്ലൊരു ലൊക്കേഷനിലായിരിക്കുന്നത്, കുറച്ച് വിട്ടിട്ട്. നമുക്ക് റൂം എന്നുള്ള വ്യൂ നല്ലതായിരുന്നു. അപ്പോൾ സ്റ്റേ നമുക്കൊരു പ്ലസന്റ് സ്റ്റേ ആയിരിക്കും. അച്ഛക്ക് ഹാപ്പി. താങ്ക് യു സോ മച്ച് അൻവർ ചേട്ടാ. ശരി. സോ ഓൾ ടുഗെദർ ഇറ്റ് വാസ് എ അടിപൊളി സ്റ്റേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്. സോ ഇഫ് യു ഗൈസ് പ്രിഫർ ടു സ്റ്റേ ഇൻ വാഗമൺ സ്പ്രിങ്സ്, ഡു കമൻറ്റ് ബിലോ, വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് അബൌട്ട് വാഗമൺ സ്പ്രിങ്സ്. ടീ പ്ലാന്റേഷൻ്റെ നടുവിൽ ഒരു ബ്യൂട്ടിഫുൾ കോസി ക്ലീൻ സ്റ്റേ. സോ വൈ ലീവിങ് ഐ സോ ദിസ് ഗേൾ. പുള്ളിക്കാരി ഇവിടെ തേയിലെന്നുള്ള വന്നായിരുന്നു. ആൻഡ് ഐ വാസ് സീയിങ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ആ ഒരു കൗതുകം കൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഈ നമ്മുടെ എൻറ്റയർ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു, ഫോർ പീപ്പിൾ ഹു ഹാവ് നോട്ട് എവർ സീൻ ഹൗ ദേ ഡു ദിസ്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഏത് സ്ഥലം വിസിറ്റ് ചെയ്താലും അവിടുത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു പൂവോ അല്ലെങ്കിൽ ഇലയോ കളക്ട് ചെയ്യാറുണ്ട്. ഇത്തവണ അത് ഈ ടീ ലീഫാണ്. ഇതെന്നും ഒരു ഓർമ്മയ്ക്കായിട്ട് എൻ്റെ ഡയറിയിൽ ഉണ്ടാവും. സോ അങ്ങനെ കുറേ നല്ല ഓർമ്മകളുമായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഈ ഒരു അടിപൊളി ലേക്ക് കണ്ടു, ഇൻ ബിറ്റ്വീൻ എ ടീ പ്ലാന്റേഷൻ. സോ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അച്ഛനും ഹസ്ബൻഡും ദേ വർ വെരി ഹാപ്പി ആൻഡ് ദേ ആർ സോ സപ്പോർട്ടീവ് അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ. സോ എ ബിഗ് ഹൈ ഫ്രം ദം ടു യു ഓൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നേച്ചറൽ ടൈം സ്പെൻഡ് ചെയ്യാൻ, എസ്പെഷ്യലി വിത്ത് യുവർ ലവ്ഡ് വൺസ്. So that was all about this kutti staycation at Vagamon Springs. Hope you all enjoyed watching this video. ലാസ്റ്റ് വരെ കണ്ടതിന് ഒത്തിരി നന്ദി. വിത്ത് ലവ്, അമൃത.